തദ്വിജ്ഞാനഘനൈത്യുക്തം. അപ്പോൾ ഇതാണ് പറഞ്ഞ് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ പ്രജ്ഞയില്ല എന്ന് പറഞ്ഞു, ഭേദബുദ്ധി ഇല്ല എന്നർത്ഥം. എന്താ പ്രജ്ഞാണെന്ന് പറഞ്ഞു, അത് വിജ്ഞാനഘനമാണെന്നർത്ഥം. നീ ഭേദബുദ്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നീ വിജ്ഞാനഘനമാണ്. വിജ്ഞാനഘനമാണെന്ന് തന്റെ സ്വരൂപത്തെ അറിയുന്നവന് പിന്നെ ആ ഭേദബുദ്ധി ഉണ്ടാകുന്നില്ല. ഇതാണ് തദ്വിജ്ഞാനഘനൈത്യുക്തം സാത്മാ സർവസ്യ ജഗത് പരമാർത്ഥോ ഭൂതനാശാന്ന വിനാശി. സാത്മാ സർവസ്യ ജഗതഃ, അത് സർവജഗത്തിന്റെയും സ്വരൂപമാണ്. പാത്രത്തിന്റെ അല്ലെങ്കിൽ ആഭരണത്തിന്റെ സ്വരൂപമാണ് മണ്ണും സ്വർണവും. അതുകൊണ്ടെന്താ വിശേഷത? പാത്രത്തെ കാണുമ്പോൾ മണ്ണിനെ അല്ലെങ്കിൽ സ്വർണത്തെ കാണുന്നു. അതിനൊരാൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. മൺപാത്രം മുമ്പിൽ വെച്ചിട്ട് ഇത് മണ്ണിന്റെ പാത്രമാണ്, സ്വർണ്ണപാത്രം മുമ്പ് വെച്ചിട്ട് സ്വർണത്തിന്റെ പാത്രമാണെന്ന് ഉപദേശിക്കേണ്ട കാര്യം വരുന്നില്ല. എന്തുകൊണ്ടത്? അതുകൊണ്ടുണ്ടായതുകൊണ്ട്, മണ്ണും സ്വർണവും കൊണ്ടുണ്ടായതുകൊണ്ട് അത് കാണുന്നവനറിയാം ഇത് മൺപാത്രമാണ്, സുവർണ ചഷകമാണ്, അതവനറിയാൻ പറ്റുന്നു. ഈ ജഗത്തിന്റെ സ്വരൂപം അറിവാണെങ്കിൽ, ജഗത്തിന്റെ സ്വരൂപം ആ പരമാർത്ഥ വസ്തുവാണെങ്കിൽ, ഈ ജഗത്തിനെ കാണുമ്പോഴും ആ പരമാർത്ഥത്തെ അറിയണം. എങ്ങനെയാണോ ആഭരണത്തെ കാണുമ്പോൾ സ്വർണമെന്നറിയുന്നത് പോലെ, അത് ഉപദേശം കൂടാതെ അറിയുന്നു. അതിന് പറഞ്ഞു കൊടുക്കണോ? മുൻപാത്രം വെച്ചിട്ട് ഇത് മണ്ണാണെന്ന്. അതുപോലെ ഇതിന്റെ സ്വരൂപം ഇവിടെ പറയുന്നതാണ്. സാത്മാ സർവസ്യ ജഗതഃ പരമാർത്ഥത. ഈ ജഗത്തിന്റെ പരമാർത്ഥമായ സ്വരൂപം ഈ പ്രജ്ഞാനഘനമാണ്. സാന്ന് പറഞ്ഞാൽ പ്രജ്ഞാനഘനം. അപ്പോൾ ഈ ജഗത്തെ കാണുമ്പോൾ ഇത് പ്രജ്ഞാനഘനമായി തന്നെ അറിയണം. ഇവിടെ ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വരാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? സത്യമതാണെങ്കിൽ അങ്ങനെയല്ല അറിയേണ്ടത്, ഇതിനെ അറിവായിട്ടല്ല അറിയേണ്ടത്. ഈ ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയൊക്കെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ശരിക്കും അങ്ങനെ അറിയേണ്ടത്. അതാണ് പരമാർത്ഥം. മൺപാത്രത്തെ കണ്ടാൽ അത് മണ്ണാണെന്ന് തന്നെ അറിയണം കാണുമ്പോൾ തന്നെ. സ്വർണ്ണപാത്രത്തെ കണ്ടാൽ കാണുമ്പോൾ തന്നെ അത് സ്വർണ്ണമെന്നറിയും. പക്ഷെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഈ ശബ്ദസ്പർശ രൂപരസങ്ങളെ ആരും തന്നെ അറിവായി അറിയുന്നില്ല. ശബ്ദത്തെ സ്പർശമായും രസത്തെ രസമായും രൂപത്തെ രൂപമായും ഗന്ധത്തെ ഗന്ധമായുമേ അറിയുന്നു. ഇതെന്തുകൊണ്ട്? സ്വർണ്ണ പാത്രത്തെ കണ്ടുകഴിഞ്ഞാൽ സ്വർണമായി അറിയണമെന്ന് നമ്മൾ പറയുന്ന ഒരു പൊതുവായ ഒരു ന്യായമാണ്. അങ്ങനെ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പല കാരണങ്ങൾ കൊണ്ട് അറിയാതിരിക്കും. മൺപാത്രത്തെ കണ്ടുകഴിഞ്ഞാൽ ഇത് മണ്ണാണെന്നറിയണമെന്ന് യാതൊരു നിയമവുമില്ല. മറിച്ച് അങ്ങനെ അറിയാതിരിക്കുന്നതിനുള്ള നിയമങ്ങൾ പലതുമുണ്ട്. മൺപാത്രം ഉണ്ടാക്കിയിട്ടാലും നല്ല സ്വർണത്തിന്റെ പെയിന്റ് അടിച്ചു കഴിഞ്ഞു സ്വർണമാണെന്ന് തോന്നുന്നു, ഭ്രമം ഉണ്ടാവും. സ്വർണ്ണപാത്രം ഉണ്ടാക്കിയിട്ടാലും മണ്ണിന്റെ പെയിന്റ് അടിച്ചാലും
മൺപാത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാമല്ലോ. അത് വസ്തുനിഷ്ഠമായി വരുന്ന അറിവില്ലായ്മ. ഇനി ആത്മനിഷ്ഠമായി കാണുന്നവന്റെ ദോഷമുണ്ടായാലും വരാം. മൺപാത്രമാണ് മുമ്പിലിരിക്കുന്നത്, പാത്രമാണെന്നറിയുന്നുണ്ട്, പക്ഷെ ശരിയായി വെളിച്ചമില്ലാത്തതുകൊണ്ട് അവന് അറിയാൻ കഴിഞ്ഞില്ല ഇത് മണ്ണിന്റെ പാത്രമാണോ അതേ സ്വർണത്തിന്റെ പാത്രമാണോ, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഈ ജഗത്തിന്റെ സ്വരൂപം അറിവാണ്. അതുകൊണ്ട് ഈ ജഗത്തിനെ നമ്മൾ അറിവായി തന്നെ കാണണമെന്ന് നിയമമൊന്നുമില്ല. അത് ജഗന്നിഷ്ഠമായ ദോഷം കൊണ്ടോ ആത്മനിഷ്ഠമായ ദോഷം കൊണ്ടോ ബാഹ്യനിഷ്ഠമായ ദോഷം കൊണ്ടോ ആത്മനിഷ്ഠമായ ദോഷം കൊണ്ടോ മറിച്ചുള്ള അനുഭവങ്ങളുണ്ടാകും. അതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മങ്ങിയ വെളിച്ചം കൊണ്ടുണ്ടാകാം, കണ്ണിന് കാഴ്ചക്കുറവ് കൊണ്ടുണ്ടാകാം, തിമിരം കൊണ്ടുണ്ടാകാം, ബുദ്ധിക്ക് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നുകൊണ്ടുണ്ടാകാം, ഇതിനെ ഗ്രഹിക്കേണ്ട ബുദ്ധി മറ്റെവിടെയെങ്കിലും ആയിരുന്നാലുണ്ടാകാം. പല കാരണങ്ങളുകൊണ്ടും സത്യം ബോധ്യപ്പെടാതിരിക്കാം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ ഗുരുവിന്റെ എല്ലാം ആവശ്യം വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ സത്യമെന്നറിഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. സ ആത്മാ സർവസ്യ ജഗ പരമാർത്ഥതോ, അതാണ് ഈ സർവ്വജഗത്തിന്റെയും പരമാർത്ഥ സത്യം. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ഇതാ സത്യം തന്നെയാണ്. സത്യത്തിൽ നിന്ന് ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇത് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ അജ്ഞാനവേളയിൽ ഇത് പൂർണ്ണമായ അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. പക്ഷെ അതിന് പെയിന്റ് അടിച്ചിരിക്കുന്നു. ഈ അജ്ഞാനം തന്നെ അതിൽ ശബ്ദസ്പർശ രൂപരസ ഭേദങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് തന്നെ ഈ ബുദ്ധിയെ കെടുത്തിയിരിക്കുന്നു. ഈ കർണത്തിന് ദോഷങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് സത്യമായിട്ടാണ് ഗ്രഹിക്കേണ്ടത്. പക്ഷെ സത്യമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടി വരുന്നു, അതുകൊണ്ട് ശാസ്ത്രം വേണ്ടി വരുന്നു, അതുകൊണ്ട് ഗുരു വേണ്ടി വരുന്നു. എല്ലാം അതാണ് ഇവിടെ പറയുന്നത്. ആത്മാ സർവസ്യ ജഗതസ്യ പരമാർത്ഥതോ, അത് തന്നെയാണ് പരമാർത്ഥത്തിൽ ഇരിക്കുന്നത്. എന്നാലും നാനാത്വബോധം ഇവിടെ അനുഭവപ്പെടുന്നു. ഭൂതനാശ എന്ന വിനാശി. ഈ നാനാത്വബോധം ഈ ഭൂതങ്ങളെ ആശ്രയിച്ചു വരുന്ന ആ ഭൂതങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിന് മാറ്റം വരുന്നില്ല. ഇതേകമായി സത്യമായി സുസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മാറ്റം വരാൻ വഴിയില്ല. ഭൂതനാശം കൊണ്ടത് നശിക്കുന്നില്ല. ഭൂതനാശം തന്നെ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. ഭൂതനാശം എന്ന് ഭ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നു ഭൂതനാശ എന്ന നശ്യതി. ഭൂതനാശം സംഭവിക്കുന്നു എന്ന് തോന്നുകയാണ്. ഭൂതനാശവും സംഭവിക്കുന്നില്ല. വിനാശീതോ അവിദ്യാകൃത ഖില്യഭവത പറയുന്നു. ഈ നാശം എന്ന് പറയുന്നത് അവിദ്യാകൃതമായ ഖില്യഭാവമാണ്. ഇല്ലാത്തതാണ് നശിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നില്ല. ഇല്ലാത്തതാണ്, അവിദ്യാകൃതമാണ്. പറഞ്ഞല്ലോ ഈ ദോഷങ്ങളെ കൊണ്ട് വാസ്തവത്തിൽ അറിവായി തന്നെ സദാ പ്രകാശിച്ചിരിക്കുന്നു. പക്ഷെ അവിദ്യ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയും പ്രപഞ്ചസ്ഥിതിയും പ്രപഞ്ചനാശവും എല്ലാം കൽപ്പിക്കുന്നു. അത് അറിവ് തന്നെയാണ്. അത് അറിവ് തന്നെയാണെങ്കിൽ പിന്നെ ഈ അവിദ്യ എന്തോന്നു? ഈ അവിദ്യ കൊണ്ട് ഇതൊക്കെ വന്നു എന്ന് പറയുന്നു. അതെവിടുന്ന് വന്നു? അതും ഈ അറിവ് തന്നെയാണ്. പറഞ്ഞല്ലോ ഈ പ്രകാശത്തിൽ തന്നെയാണ്. ഈ പ്രകാശത്തിന്റെ ഒരു നാളത്തിനങ്ങനെ
പറഞ്ഞു. അഗ്നിക്ക് പല നാവുകളുണ്ടെന്നും പറഞ്ഞല്ലോ. കാളി, കരാളി, സുലോചന എന്നൊക്കെ പറഞ്ഞ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ പലതരത്തിലുള്ള നാവുകൾ അഗ്നിക്കുണ്ട്. അതുപോലെ ഈ ചിത്തിന് തന്നെ പലതരത്തിലുള്ള വിലാസങ്ങളുണ്ട്. അതിന് നമ്മൾ അവിദ്യ എന്ന് പറയുന്നു. അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ചിത്ത് തന്നെ. ഇവിടെ വിശേഷിച്ച അവിദ്യയൊന്നുമില്ല. അങ്ങനെ ഒരു അവിദ്യ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. എന്തായാലും ചിത്തിനെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. താൻ അതാണെന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയും. താൻ അറിവാണെന്നുള്ള കാര്യം, പ്രജ്ഞാനഘനമാണെന്നുള്ള കാര്യം അറിയുന്ന ഒരുവനും നിഷേധിക്കാൻ കഴിയും. താൻ അറിയുന്നു, തന്നെ അറിയുന്നു, ലോകത്തെ അറിയുന്നതുകൊണ്ട് താൻ അറിവെന്നുള്ളത് നിഷേധിക്കാൻ കഴിയും. പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം അറിവ് തന്നെയാണ്. പിന്നെ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് അറിവല്ല എന്നുള്ള ആ തോന്നൽ, അതിനെയാണ് പറയുന്ന വിദ്യ. അറിവല്ല എന്ന് തോന്നുന്നു, അതും അറിവ് തന്നെ. ആ തോന്നലും അറിവ് എല്ലാ പ്രജ്ഞാനഘനം തന്നെയാണ്. ഇത് പറയുന്നു. വാചാരം ഗുണം വികാരവും നാമധേയവും. ഈ പറയുന്ന വാക്കുകൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വാക്കാണോ അസംബന്ധമായിരിക്കുന്നത്? അതേ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കാണ്? ഏതാ അസംബന്ധം? പ്രപഞ്ചമൊന്നും ബ്രഹ്മമൊന്നും രണ്ടും വാക്കിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കും. ഏതാണ് അസംബന്ധമായിരിക്കുന്നത്? ഇന്ന് വാക്കുകളെല്ലാം അസംബന്ധമാണ്. അത് പ്രപഞ്ചമെന്ന് പറഞ്ഞാലും ശരി, ബ്രഹ്മമെന്ന് പറഞ്ഞാലും ശരി, കേവലം നാമധേയം, മൃത്തികേത്യവ സത്യം, സത്യമായിരിക്കുന്ന വസ്തു മാത്രം, താൻ മാത്രമാണ് സത്യമായിരിക്കുന്നത്, അറിവായിരിക്കുന്ന താൻ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി താൻ പ്രജ്ഞാനഘനമാണ്. പ്രജ്ഞാനഘനമായിരിക്കുന്ന താനേ ഉള്ളൂ സത്യമായിട്ട്. ബാക്കിയുള്ളത് തന്നിൽ നിന്ന് അന്യമായി കാണുകയാണെങ്കിൽ അസത്യം, അതസത്യം. അല്ല താനായി കാണുകയാണെങ്കിൽ അതെല്ലാം സത്യം. പിന്നെ അതെല്ലാം ഇല്ല, സർവം ഖലു എന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഇത് ശ്രുത്യന്തര അയന്തു പാരമാർത്ഥികോ അവിനാശി വാരേ അയമാത്മാ അതോലം പര്യാപ്തം വാരേ ഇതം മഹത് ഭൂതം അനന്തം അപാരം യഥാ വ്യാഖ്യാതം വിജ്ഞാനായ വിജ്ഞാതം. നവാരേ അഹം മുഹം ബ്രവീമി, ഞാൻ നിന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. അലം വാരേ ഇതം വിജ്ഞാനായ, അറിയാനാണെങ്കിൽ ഇത്രയൊക്കെ മതി എന്നാണ്. ഇവിടെ നിർത്താം, അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത്രയോ ആവശ്യമുള്ളൂ അറിയാൻ വേണ്ടി. ഇനി കൂടുതൽ അറിയിപ്പിക്കാൻ ശ്രമിച്ചാലും ഇതിൽ കൂടുതലൊന്നും അറിയാനില്ല. അതുപോലം പര്യാപ്തം, ഇത് മതിയായി എന്നാണ്. വാരേ ഇതം മഹദ്ഭൂതം അനന്തം അപാരം യഥാ വ്യാഖ്യാതം